മച്ചാമാരെ എല്ലാവർക്കും ബ്ലോഗ് 5ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളോട് ഇന്ന് നമ്മുടെ കൃഷിയുമായി സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഉസ്മാനിക്കാണ് നമ്മളോട് ഉള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, വരാൻ പേടിക്കുന്ന ഒരു കുന്ന പിടിക്കുന്ന പറഞ്ഞ ഈ ഭാഗത്ത് ആൾ താമസം ഇല്ലാത്ത, അത് തന്നെ എത്തണമെങ്കിൽ തന്നെ ഇവിടെ ഇതിന്റെ ഈ ഭാഗത്ത് എത്തണമെങ്കിൽ തന്നെ ദുഷ്കരമായ വഴികളിലൂടെ കടന്നു വരണം. ഇപ്പം താറിട്ട റോഡൊക്കെ ആയില്ലേ, ആൾപ്പാർപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ മാറ്റങ്ങൾ സ്ഥലത്തിന് വന്നിട്ടുണ്ട്. ഇത് തന്നെ വെറും പാറ, എന്താ പറയുക, ഒന്നിനും പറ്റാത്ത ഒരു മണ്ണും ഒന്നിനും പറ്റാത്ത ഒരു കല്ലും ഇതൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം. അത് കംപ്ലീറ്റ് മാറ്റി മറിച്ച് കൃഷിയോഗ്യമാക്കി ഇത്രയും നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം നിങ്ങൾ സൃഷ്ടിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഇത് കണ്ടപ്പോൾ, സത്യം പറഞ്ഞാൽ. കാരണം ഇതിന്റെ പൂർവ്വസ്ഥിതി എനിക്കറിയാം, ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കൃഷി നടത്താൻ പറ്റുമെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അധ്വാനിച്ചാൽ നമുക്ക് ഏത് സ്ഥലവും നമുക്ക് പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് ഒരു എന്താ പറയുക, അതിനോടൊരു പാഷൻ വേണം. ഇത് കൃഷിയോടുള്ള ഒരു പാഷനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ഒരു ഉദാഹരണം കൂടിയാണ് ഈ സ്ഥലം എന്ന് വളരെ ധൈര്യത്തോടു കൂടി പറയാൻ കഴിയും എനിക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളോട് ഇതുവരെ സംസാരിച്ചിരുന്ന നമ്മുടെ സ്വന്തം ഉസ്മാനിക്കായിരുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.